പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ടെക്പിഎസ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അഥവാ AMVA അതിന്റെ ക്വാളിഫിക്കേഷനുമായും അതിന്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡുമായും അതിന്റെ എക്സാം പാറ്റേണുമായും ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പോസ്റ്റിന്റെ പേര് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. സ്കെയിൽ ഓഫ് പേ മനസ്സിലാക്കുക, 45,600 തൊട്ട് 95,600 വരെയാണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് നിങ്ങൾ നോക്കുക, 21 തൊട്ട് 36 വയസ്സ് വരെയാണ്. അപ്പൊ നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന ഇയർ ജനുവരി കണക്കാക്കിയാണ് പ്രായം നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ജനുവരി, ഏത് വർഷമാണ് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്, ആ ജനുവരി കണക്കാക്കി പ്രായം നമ്മൾ എടുക്കുമ്പോൾ എന്താണ്, 21 വയസ്സ് തികഞ്ഞിരിക്കണം. ദെൻ 36 വയസ്സ് കഴിയാനും പാടില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോഴാ നിങ്ങൾ തയ്യാറെടുക്കുന്നവരായാലും ഏകദേശം ഇപ്പോൾ ഒരു ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ് 10th പ്ലസ് 3 ഇയർ ഡിപ്ലോമ ഒക്കെ കഴിഞ്ഞ് ചിലർ 18 വയസ്സായിട്ട് ആയിട്ടുള്ള കുട്ടികളൊക്കെ കാണും. അപ്പൊ നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 18 വയസ്സിൽ നമുക്ക് ഇത് എഴുതാൻ പറ്റത്തില്ല. സാധാരണയുള്ള PSCയുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ വിളിക്കുമ്പോൾ 18 to 36 ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 21 വയസ്സ് തികഞ്ഞിരിക്കണം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ വേക്കൻസി ആന്റിസിപ്പേറ്റഡ് ആണ്. ക്വാളിഫിക്കേഷന്റെ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. 10th ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ 3 ഇയർ ഡിപ്ലോമയും. പിന്നെ നമുക്ക് ലൈസൻസ്, എന്തിന്റെയൊക്കെ ലൈസൻസാണ് വേണ്ടത്? മോട്ടോർ സൈക്കിളിന്റെ ലൈസൻസ് വേണം. ദെൻ ഹെവി ഗുഡ്സ് വെഹിക്കിളിന്റെ ലൈസൻസ് വേണം. ഹെവി പാസഞ്ചർ വെഹിക്കിളിന്റെ ലൈസൻസ് വേണം. അപ്പൊ ഇത്രയും ഉള്ളവർക്കേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെയാണ്? 10th ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ. ദെൻ എന്തൊക്കെ വേണം? ലൈസൻസ് എന്തൊക്കെ വേണം? മോട്ടോർ സൈക്കിൾ വേണം. പിന്നെന്ത് വേണം? ഹെവി ഗുഡ്സ് വെഹിക്കിള്, ഹെവി പാസഞ്ചർ വെഹിക്കിള്. അപ്പൊ നിങ്ങൾക്ക് വരാവുന്ന ഒരു സംശയമാണ്, നിങ്ങൾ 2 ഇയർ ഡിപ്ലോമയാണ്, നിങ്ങൾ +2 കഴിഞ്ഞിട്ട് 2 ഇയർ ഡിപ്ലോമയാണ്, നിങ്ങൾക്ക് മെക്കാനിക്കലിലും ഓട്ടോമൊബൈലിലും ഒക്കെ ഡിപ്ലോമ ഉണ്ട്, നിങ്ങൾക്ക് അയക്കാൻ പറ്റുമോ? അതിന്റെ ഉത്തരം അയക്കാൻ പറ്റുമെന്ന് തന്നെയാണ്. കാര്യം ഇവർ പറയുന്നത് എന്താണ്? 3 ഇയർ ഡിപ്ലോമ ഓർ ഇറ്റ്സ് ഈക്വലന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് 10th പഠിച്ചവർക്കാണ് ഇവിടെ 3 ഇയർ ഡിപ്ലോമ അല്ലെ. +2 സയൻസ് ഒക്കെ പഠിച്ചവർക്ക് ലാറ്ററൽ എൻട്രി വഴി അവർക്ക് സെക്കൻഡ് ഇയറിൽ കയറാം. അപ്പൊ അവർക്ക് 2 വർഷം ഡിപ്ലോമ ചെയ്താൽ മതി. അപ്പൊ 2 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ ഓർ ഇറ്റ്സ് ഈക്വലന്റും എലിജിബിൾ ആണ്. ഇനി വന്നിട്ടുള്ള ഡൗട്ട് എന്ന് വെച്ചാൽ, ഡിപ്ലോമ ടൂൾ ആൻഡ് ഡൈ ആണ്, അല്ലെങ്കിൽ ഡിപ്ലോമ പ്രൊഡക്ഷൻ ആണ്, അല്ലെങ്കിൽ പ്ലാന്റ് എഞ്ചിനീയറിംഗ് ആണ്, അല്ലെങ്കിൽ മെക്കാനിക്കലുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഡിപ്ലോമയാണ്. അപ്പൊ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? അതിന്റെ ഉത്തരം, അതിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് ഈക്വലൻസി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അടുത്ത ഒരു ഡൗട്ടാണ്, ബിടെക്കുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ബിടെക് മെക്കാനിക്കലോ അല്ലെങ്കിൽ ഓട്ടോമൊബൈലോ അല്ലെങ്കിൽ മെക്കാനിക്കലിന് ഈക്വലന്റ് ആയിട്ടുള്ള ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ബിടെക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ബിടെക്കിന് മേലോട്ടുള്ള ക്വാളിഫിക്കേഷൻകാർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്തത് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പൊ ഈ ഫിസിക്കൽ ക്വാളിഫിക്കേഷനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ് ആൻഡ് ഷാൽ പൊസസ് ദ ഫോളോയിങ് മിനിമം ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ. മെയിൽ കാൻഡിഡേറ്റിന് പറയുന്നത് എന്താണ്? അവർക്ക് ഹൈറ്റ് 165 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. ചെസ്റ്റ് എത്രയാണ്? 81 സെന്റിമീറ്റർ നോർമലി ഉണ്ടായിരിക്കണം. ദെൻ വിത്ത് എക്സ്പാൻഷനോ 5 സെന്റിമീറ്റർ. അപ്പോൾ മിനിമം ചെസ്റ്റ് 81 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം, 5 സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണം മെയിൽ കാൻഡിഡേറ്റിന്. ഹൈറ്റ് എത്ര വേണം? 165 സെന്റിമീറ്റർ. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റിനെ നോക്കിയാലോ, അവർക്ക് ഹൈറ്റ് 152 സെന്റിമീറ്ററേ ഉള്ളൂ, അവർക്ക് ചെസ്റ്റ് സ്റ്റാൻഡേർഡ് ഇല്ല. അത് മനസ്സിലാക്കുക. ദെൻ അടുത്ത നോട്ടായിട്ട് പറയുന്നത്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിലുള്ള ആൾക്കാർക്ക് ഹൈറ്റില് മെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 160 മതി, ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 150 മതി. അപ്പൊ ഫിസിക്കൽ ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ, ഫിസിക്കൽ സ്റ്റാൻഡേർഡിന്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ദെൻ ഇനി അതിനകത്ത് ഐ സ്റ്റാൻഡേർഡും കൂടെ പറയുന്നുണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഡിസ്റ്റൻസ് വിഷനും അതേപോലെ തന്നെ നിയർ വിഷനും പറയുന്നുണ്ട്. 2 കണ്ണുകൾക്കും ഡിസ്റ്റൻസ് വിഷൻ എത്രയാണ്? 6/6 സ്നെല്ലൻ ആണ്. അത് റൈറ്റ് ഐക്കും ലെഫ്റ്റ് ഐക്കും 6/6 സ്നെല്ലൻ തന്നെ വേണം. ദെൻ നിയർ വിഷൻ 0.5 സ്നെല്ലൻ വേണം. അത് 2 കണ്ണുകൾക്കും, റൈറ്റ് ഐക്കും ലെഫ്റ്റ് ഐക്കും 0.5 സ്നെല്ലൻ തന്നെ വേണം. ദെൻ അവർ പറയുന്നത്, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ നോട്ട്, Each eye must have a full field of vision. കൃത്യമായ കാഴ്ച ഉണ്ടായിരിക്കണം. Then
കളർ ബ്ലൈൻഡ്നെസ്, സ്ക്വിൻഡ് ഓർ എനി morbid condition of the eye or lids of either eye shall be disqualification for appointment. അപ്പൊ കണ്ണിന് വ്യക്തമായ കാഴ്ച ഉണ്ടായിരിക്കണം, വർണ്ണാന്തത, അതേപോലെ തന്നെ കോങ്കണ്ണ്, പിന്നെ കണ്ണിനോ കൺപോളകൾക്കോ സംഭവിച്ചിട്ടുള്ള മറ്റ് അനാരോഗ്യങ്ങളെല്ലാം ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ക്വാളിഫിക്കേഷന്റെ കാര്യത്തിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തൊക്കെ വേണം? 10th വേണം, ഡിപ്ലോമ മെക്കാനിക്കൽ ഓർ ഓട്ടോമൊബൈൽ വേണം, ദെൻ എന്തൊക്കെ വേണം? നമുക്ക് 2 വീലറിന്റെ ലൈസൻസ് വേണം, ദെൻ ഹെവി ഗുഡ്സ് വെഹിക്കിൾ, ഹെവി പാസഞ്ചർ വെഹിക്കിൾ. പിന്നെ നിങ്ങളുടെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞായിരുന്നു അല്ലെ? മെയിൽ കാൻഡിഡേറ്റിന് ഹൈറ്റ് 165 സെന്റിമീറ്റർ അല്ലെ? മിനിമം ചെസ്റ്റ് എത്ര വേണം? 85 സെന്റിമീറ്റർ വേണം, എക്സ്പാൻഷൻ വേണം അല്ലെ? ഫീമെയിൽ കാൻഡിഡേറ്റ് ആണെങ്കിലോ 152 സെന്റിമീറ്റർ. പിന്നെ SC/ST കാൻഡിഡേറ്റ്സിന് അവരുടേതായിട്ടുള്ള റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലെ ഹൈറ്റിന്റെ കാര്യത്തിൽ. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ഈ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസിനകത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റഗറി നമ്പർ നിങ്ങൾ ശ്രദ്ധിക്കുക, 517/2022 ആയിരുന്നു. അന്ന് അപ്ലൈ ചെയ്തവരുടെ എണ്ണം 10,787 ആണ്. അപ്പൊ നിങ്ങൾ ഈ അപ്ലൈ ചെയ്തവരുടെ എണ്ണം തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറച്ച് ആൾക്കാരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ അല്ലെ? കാര്യം എന്താ? ഈ പറയുന്ന എല്ലാ കണ്ടീഷനും വേണം അല്ലെ? കണ്ണിന് നന്നായിട്ടുള്ള കാഴ്ച ഉണ്ടായിരിക്കണം, കളർ ബ്ലൈൻഡ്നെസ് ഒന്നും പാടില്ല, അങ്ങനെയുള്ള പല ക്രൈറ്റീരിയ പറയുന്നതുകൊണ്ട് ആപ്ലിക്കൻസിന്റെ എണ്ണം കുറവാണ്. ദെൻ അന്ന് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2/9/2024 അപ്പോൾ ഏകദേശം 1 വർഷം ആകാറായി. നമുക്കറിയാം എന്തുകൊണ്ട് ഇപ്പോൾ പഠിച്ചു തുടങ്ങണം. അതിന്റെ ഉത്തരവാണിത്. നമ്മുടെ ലിസ്റ്റ് ഏകദേശം 1 കൊല്ലം ആകാറായി. ഇപ്പോഴത്തെ PSCയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലിസ്റ്റ് തീരുന്നതിന് മുമ്പേ പുതിയ നോട്ടിഫിക്കേഷൻ വരും. പുതിയ നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ നടത്തി ഈ റാങ്ക് ലിസ്റ്റ് തീരുന്ന തൊട്ടടുത്ത ദിവസം തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അല്ലെ? അപ്പൊ എന്തായാലും ഒരു 6-7 മാസത്തിനുള്ളിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ദെൻ അന്നത്തെ കട്ട് ഓഫ് മാർക്ക് നോക്കി 59.67 ആയിരുന്നു. അന്ന് മാക്സിമം ലഭിച്ച മാർക്ക് 83.33 ആയിരുന്നു. ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് 13 ആണ്. ദെൻ ലാസ്റ്റ് അഡ്വൈസ് നടന്ന 29/7/2025 ഇതുവരെ 104 അഡ്വൈസ് നടന്നിട്ടുണ്ട്. ദെൻ ഇപ്പോഴത്തെ റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ്, റാങ്ക് ലിസ്റ്റ് ആക്റ്റീവ് ആണ്. എന്ന് തീരും? 1/9/2027 റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുന്നത്. അപ്പൊ എന്തായാലും ഒരു 6-7 മാസത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ തയ്യാറെടുത്ത് തുടങ്ങാം. ദെൻ എക്സാമിന്റെ സ്റ്റേജസ് പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. എക്സാമിന് നമുക്കറിയാം ആദ്യം ഒരു OMR പരീക്ഷയാണ്. പലരും വിളിച്ചു ചോദിച്ചു ഒറ്റ പരീക്ഷയാണോ, പ്രിലിംസും മെയിൻസും ഒക്കെ ഉണ്ടോ എന്ന്. നോർമലി ഒരു OMR പരീക്ഷയാണ്, 100 മാർക്കിന്റെ ഒരു OMR പരീക്ഷയാണ്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി മെഷർ ചെയ്യാനായിട്ട് ഒരു ഫിസിക്കൽ മെഷർമെന്റ് ഉണ്ട്. ആ ഫിസിക്കൽ മെഷർമെന്റിനോടൊപ്പം തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ ഇനി ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഐ സ്റ്റാൻഡേർഡ്സ് നമ്മൾ തന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുവാണ്. ഒപ്താൽമോളജിയിലുള്ള ഡിപ്പാർട്ട്മെന്റിലുള്ള അസിസ്റ്റന്റ് സർജനെ കുറയാത്ത ഒരു ഗവൺമെന്റ് ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് വേണം. PSC സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് ഒക്കെ നോട്ടിഫിക്കേഷനോടൊപ്പം തന്നെ തരും. അപ്പൊ അതിൽ തന്നെ ഉള്ള എന്ത് വേണം? നമുക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം ഡോക്ടറിന്റെ. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതെല്ലാം ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നമുക്ക് വേണം. അതോടൊപ്പം തന്നെ നമ്മുടെ ലൈസൻസിന്റെ ഡീറ്റെയിൽസും അതെല്ലാം വേണം. ഓക്കെ. അപ്പോൾ നമ്മുടെ OMR പരീക്ഷയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുക. അത് 100 മാർക്കിനാണ്. ദെൻ അടുത്ത സ്റ്റേജ് എന്താണ്? നമ്മുടെ ഫിസിക്കൽ മെഷർമെന്റും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ആണ്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നമ്മുടെ ക്വാളിഫിക്കേഷൻ അവർ വെരിഫൈ ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ്, അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ ഹാജരാക്കേണ്ടി വരും. അതെല്ലാം അവർ വെരിഫൈ ചെയ്യും. ദെൻ അതോടൊപ്പം തന്നെ ഫിസിക്കൽ മെഷർമെന്റ് ഉണ്ടാവും. അവിടെ നമ്മുടെ ചെസ്റ്റ് അതേപോലെ തന്നെ ഹൈറ്റ് എല്ലാം മെഷർ ചെയ്യും. ഓക്കെ. ദെൻ അതിനുശേഷം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഇന്റർവ്യൂവിന് 20 മാർക്കാണ്. നമുക്കറിയാം PSCയുടെ ഇന്റർവ്യൂ അത്ര ടഫായിട്ടുള്ള ഒരു ഇന്റർവ്യൂ അല്ല. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരു മിനിമം മാർക്ക് കിട്ടും. മാക്സിമം മാർക്ക് 20 കിട്ടത്തില്ല. നമ്മൾ നോക്കിയാൽ മതി, ഈ ലിസ്റ്റ് ഒക്കെ ഓരോന്നും എടുത്ത് നോക്കിയാൽ മതി. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ മാർക്ക് തന്നെ നോക്കിയാൽ മതി. ഇന്റർവ്യൂവിന് ലഭിച്ച മാക്സിമം മാർക്ക് 13 ആണ്. അപ്പൊ നമുക്ക് ഇന്റർവ്യൂവിന് മാക്സിമം പ്രതീക്ഷിക്കാവുന്ന മാർക്ക് ഒന്നുകിൽ 13 അല്ലെ 14, അത്രേ ഉള്ളൂ. മിനിമം ഒരു 9. ഓക്കെ. അപ്പൊ നമ്മൾ
ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം റിട്ടൺ ടെസ്റ്റിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് റിട്ടൺ ടെസ്റ്റിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റാങ്കിൽ എത്താം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ പലരും ചോദിച്ചതാണ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കോച്ചിങ് നടത്തിയാണെന്ന് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ആരൊക്കെയാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പലരും ചോദിച്ചിരുന്നു. അപ്പോഴാ കോഴ്സ് മെൻറ്റർ ചെയ്യുന്നതും മേജർ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നതും ഒക്കെ ഞാനാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ കോഴ്സ് മെൻറ്റർ ആയിരുന്നു, ചീഫ് മെൻറ്റർ തന്നെ ആയിരുന്നു. എൻ്റെ പേര് സജീവ് എന്നാണ്. ഞാൻ 30ഓളം ടെക്നിക്കൽ പരീക്ഷകൾ, കോമ്പറ്റേറ്റീവ് എക്സാംസുകൾ ക്ലിയർ ചെയ്തതാണ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ലെവലിലും സെൻട്രൽ ഗവൺമെന്റ് ലെവലിലും എല്ലാം എക്സാംസുകൾ ക്ലിയർ ചെയ്തതാണ്. കുറേ ജോലികൾ കിട്ടിയതാണ്. അപ്പം നമ്മളിപ്പോൾ കോഴ്സ് മെൻറ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഗവൺമെന്റ് സർവീസിൽ ഇപ്പോൾ ഇല്ല. നമ്മൾ കഴിഞ്ഞ വർഷത്തെ, അതായത് AME 2022 കോഴ്സ് മെൻറ്റർ ആയിരുന്നു. അന്ന് 200ഓളം കുട്ടികൾ മെയിൻ ലിസ്റ്റിൽ വന്നു. അപ്പോൾ അത്രയും പേരുടെ മെൻറ്റർ ഞാനായിരുന്നു. പിന്നെ നമുക്ക് അല്ലാതെ, അതായത് ഈ പറയുന്ന ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ പരീക്ഷകളിലായിട്ട് ഞാൻ 10,000-ലധികം കുട്ടികളെ മെൻറ്റർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ കൈകാര്യം ചെയ്യുന്നത് മെക്കാനിക്കലിലെ ഓട്ടോമൊബൈലിലെയും കുറച്ച് സബ്ജക്ട്സുകൾ ഞാൻ കൈകാര്യം ചെയ്യുന്നുണ്ടാവും. മെക്കാനിക്കലിലെ അടുത്ത സബ്ജക്റ്റ് എടുക്കുന്ന അരവിന്ദ് സാറാണ്. അപ്പോൾ അരവിന്ദ് സാറ് നമ്മുടെ കഴിഞ്ഞ തവണത്തെ AME 2022 ബാച്ചിലെ കുട്ടികളുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തിരുന്നതാണ്. അപ്പോൾ സാറ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ എക്സ്പേർട്ടാണ്. സാറിന് ഏകദേശം ഒരു 10 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് കോമ്പറ്റേറ്റീവ് എക്സാം ഫീൽഡിൽ. പിന്നെ രാകേഷ് സാറാണ്. രാകേഷ് സാറ് കഴിഞ്ഞ പ്രാവശ്യത്തെ AME റാങ്ക് ഹോൾഡറും കൂടെയാണ്. പുള്ളിക്കാരനും മെക്കാനിക്കൽ അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ സബ്ജക്ട്സുകൾ കൈകാര്യം ചെയ്യും. ഡോക്ടർ വിപിൻ ഗോവൻ സാറ്. അപ്പോൾ സാറും മെക്കാനിക്കലിലെ ഫാക്കൽറ്റിയാണ്. അപ്പോൾ സാറും മെക്കാനിക്കലിലെ കുറച്ച് സബ്ജക്ട്സുകൾ ഹാൻഡിൽ ചെയ്യും. ഓട്ടോമൊബൈലിലെ മേജർ ടോപ്പിക്സുകൾ ഹാൻഡിൽ ചെയ്യുന്നത് നിയാസ് സാറാണ്. അപ്പോൾ നിയാസ് കഴിഞ്ഞ പ്രാവശ്യത്തെ AME ടോപ്പറാണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കുറച്ച് സബ്ജക്ട്സുകൾ എടുത്തിരുന്നതാണ്. അപ്പോൾ നിയാസ് ഓട്ടോമൊബൈലിലെ എക്സ്പേർട്ടാണ്. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ റാങ്കാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ഹോൾഡേഴ്സ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം 200 മെയിൻ ലിസ്റ്റ് 200 പേരിലധികം നമ്മുടെ കുട്ടികൾ തന്നെയായിരുന്നു. അതായത് മെയിൻ ലിസ്റ്റിന്റെ 1/3 പോർഷൻ നമ്മുടെ കുട്ടികൾ തന്നെയായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ട് റെക്കോർഡഡ് പ്ലസ് ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. ഫുൾ നോട്ട്സ് തരും. നമ്മൾ പഠിപ്പിക്കുന്ന നോട്ട്സ് മാത്രം നോക്കുക. ടോപ്പിക് വൈസ് പരീക്ഷകൾ ഉണ്ടാവും. ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഉണ്ടാവും. പരീക്ഷ വരെയും നമ്മൾ ക്ലാസ് തരും. ഡൗട്ട് ക്ലിയറൻസും മെന്റർഷിപ്പും എല്ലാം ഉണ്ടാവും. ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് അധ്യാപകർ തന്നെയായിരിക്കും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അതേപോലെ തന്നെ ഓട്ടോമൊബൈലിൽ കിട്ടാവുന്ന കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് അധ്യാപകരായിരിക്കും ക്ലാസ്സുകൾ നയിക്കുന്നത്. അപ്പോഴാ നമ്മൾ പരീക്ഷ ക്രാക്ക് ചെയ്താൽ ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ കോഴ്സുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യണം, നിങ്ങളുടെ തയ്യാറെടുപ്പ് നേരത്തെ ആക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. അഡ്മിഷൻ ഓപ്പൺ ആണ്. അപ്പോൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാതെ നോട്ടിഫിക്കേഷൻ വരും മുമ്പേ തന്നെ നിങ്ങളുടെ തയ്യാറെടുപ്പ് ശക്തമാക്കുക. ഇതൊരു വലിയ ലക്ഷ്യമാണ്. അപ്പോൾ വലിയ ലക്ഷ്യത്തിന് നമ്മൾ കൂടുതൽ പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തുടങ്ങുക, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങുക. അപ്പോൾ നമ്മൾ നാളത്തേക്ക് മാറ്റി വെക്കരുത്. നമ്മുടെ ഒരു കാര്യവും വലിയ ലക്ഷ്യമാണ്. വലിയ ലക്ഷ്യത്തിന് നല്ല തയ്യാറെടുപ്പ് വേണം. ആ തയ്യാറെടുപ്പ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തയ്യാറെടുക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോച്ചിങ് വേണം, ഒരു ഗൈഡൻസ് വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ടെക് PSC. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ടെക് PSC ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് PSCയുടെ വിജയാശംസകൾ. താങ്ക് യു.